ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ്സും ഇൻട്രൊഡക്ഷനും സോഴ്സ് ട്രേഡർ ഓർഗനൈസേഷനും പാർട്ട്ണർഷിപ്പ് ഫ്രം ഓർഗനൈസേഷൻ, അത് മെയിൻ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ലിമിറ്റേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫ്രം ഓർഗനൈസേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ BCA പാർട്ട് 3 ആണ്. നമുക്കറിയാം ഇഗ്നോ കുട്ടികൾക്ക് ECO 01 എന്നുള്ള കോഡ് നോക്കുക. ഇഗ്നോ പഠിക്കുന്ന കുട്ടികൾക്ക് വരുന്നത് അങ്ങനെയാണ്. ബിസിനസ് ഓർഗനൈസേഷൻ എന്നുള്ള പേപ്പറാണ്. BCA സ്റ്റുഡൻസിനും കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷനൊക്കെ പറ്റും. അതിലൊക്കെ ഉള്ള പേപ്പർ നമ്മൾ പൊതുവായിട്ടൊരു പേപ്പറാണ് എടുക്കുന്നത്. ഇതിൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ, സോൾ ട്രേഡ് ഓർഗനൈസേഷൻ, പാർട്ട്ണർഷിപ്പ്, മെയിൻ ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, മെയിൻ ഫീച്ചേഴ്സ്, ദെൻ പാർട്ട്ണർഷിപ്പ്, മെറിറ്റ്സ്, ലിമിറ്റ്, അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ദെൻ കമ്പനി ഫ്രം ഓർഗനൈസേഷനെ പറ്റി പറയാനുണ്ട്. അതിലും ഉണ്ട് മെയിൻ ഫീച്ചേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ, അതിൽ മെയിൻ ഫീച്ചേഴ്സും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പിന്നെ സം യൂഷ്വൽ ബുക്ക്, സാധാരണ കീവേഡ്സ് ഒക്കെ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സ്. ആഫ്റ്റർ സ്റ്റഡി ഇൻ യൂണിറ്റ് യു ഷുഡ് ഏബിൾ ടു ഡിസ്ക്രൈബ് ദ വേരിയസ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നമ്മൾ ഈ ഒരു പാർട്ട് നമ്മൾ കവർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? വേരിയസ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻ്റെ പല ഫോമിനെ പറ്റി മനസ്സിലാവും. ആൻഡ് ഔട്ട്ലൈൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദർ സം ബിസിനസ് ഓർഗനൈസേഷൻ, എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ബിസിനസ് ലിമിറ്റ്സും മെറിറ്റ്സും ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻട്രൊഡക്ഷൻ. ദ പ്രീവിയസ് യൂണിറ്റ് യു വിൽ ദാറ്റ് ക്യാരി ദ പ്രോഫിറ്റ് ആൻഡ് മോട്ടീവ് കോൾഡ് ബിസിനസ്. അതായത് ബിസിനസ്സിലെ മോട്ടീവ്സ് നമ്മൾ നോക്കി. ബിസിനസ്സിൽ എങ്ങനെയൊക്കെ സെല്ലറും ബയറും വേണം പറഞ്ഞു, ഇമ്പോർട്ട് എക്സ്പോർട്ട് വേണം, ഗുഡ്സ് ആൻഡ് സർവീസസ് വേണം, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ഉണ്ടാവും, നമ്മൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ട മാർഗ്ഗങ്ങൾ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. നമുക്ക് നെക്സ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം സോൾ ട്രേഡ് ഓർഗനൈസേഷൻ ആണ്. എന്താണ് സോൾ ട്രേഡ് ഓർഗനൈസേഷൻ? ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഇത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ നോൺ കോപ്പറേറ്റീവ് ഫോംസ് ഓഫ് ഓർഗനൈസേഷനും കോപ്പറേറ്റീവ് ഫോംസ് ഓഫ് ഓർഗനൈസേഷനാണ്. ഇതിൽ നോൺ കോപ്പറേറ്റീവ് മിസ് പറയുന്നത് ശ്രദ്ധിക്കാം. മിസ് ബോർഡിൽ എഴുതിയത് അതിൻ്റെ ഫീച്ചേഴ്സും മെറിറ്റ്സും ലിമിറ്റേഷനും പാർട്ട്ണർഷിപ്പ് ഫോമുമാണ്. ശരിക്കും മിസ് പറയുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ദർ ആർ 2 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ദ ഫസ്റ്റ് ഈസ് നോൺ കോപ്പറേറ്റീവ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് കോപ്പറേറ്റീവ് ബിസിനസ് ഓർഗനൈസേഷൻ. അതിൽ നോൺ കോപ്പറേറ്റീവ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ പോയിന്റാണ് സോൾ ട്രേഡ് ഓർഗനൈസേഷനും പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷനും. നോൺ കോപ്പറേറ്റീവ് ഫോംസ് ഓഫ് ഓർഗനൈസേഷനിലാണ് ജോയിൻറ്റ് സ്റ്റോക്ക് ആൻഡ് കോപ്പറേറ്റീവ് ജോയിൻറ്റ് സ്റ്റോക്കും കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. ഇതിൽ സോൾ ട്രേഡർ എന്താണ് സോൾ ട്രേഡർ ഓർഗനൈസേഷൻ? ദ സോൾ ട്രേഡർ ഓർഗനൈസേഷൻ ഓൾസോ കോൾഡ് പ്രൊപ്പറൈറ്റർഷിപ്പ് എന്ന് പറയും. പ്രൊപ്പറൈറ്റർ എന്ന് പറയുന്നത് നമ്മൾ പ്രൊപ്പറൈറ്റർ, അതായത് കൊണ്ട് നടക്കുന്ന ആളാണ് പ്രൊപ്പറൈറ്റർ. അതായത് എന്തെങ്കിലും എഞ്ചിനോ അതൊക്കെ പ്രൊപ്പറൈറ്ററാണ് വർക്ക് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയാം. മൊത്തത്തിലൊരു ഹോൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളാണ് പ്രൊപ്പറൈറ്റർ. അതായത് പ്രൊപ്പറൈറ്റർഷിപ്പ് എന്ന് പറയുന്നു. ദ ട്രേഡർ ഓർഗനൈസേഷൻ എന്തെന്നും പറയുന്നു? ഓൾസോ കോൾഡ് പ്രൊപ്പറൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞു. ഈസ് ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് ദ ഓർഗനൈസേഷൻ. അതൊരു പണ്ട് നമ്മൾ പറയുന്ന വേർഡല്ല. ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ നെയിം ഈസ് പ്രൊപ്പറൈറ്റർഷിപ്പ്. പറഞ്ഞുപോയത്. ദ മോസ്റ്റ് കോമൺ ഫോം ഓർഗനൈസേഷൻ സ്മോൾ ബിസിനസ് ഈവൻ ടുഡേ. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്തെന്ന് പറയുന്നു? ഓർഗനൈസേഷൻ തുടങ്ങാൻ പോവുകയാണെന്നാണ് പറയാം. It is the simplest and easiest form. However, required that individual decide about the type of business and to the start the arrange of necessary capital. ഒരു പേഴ്സൺ ചെറിയൊരു സ്മോൾ ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്ത് വേണം? അവർ ക്യാപിറ്റൽ, മൂലധനം. ആ പേഴ്സൻ്റെ കയ്യിൽ എന്ത് വേണം? മൂലധനം വേണം. And the required capital may be polished from own savings and be borrowed friends and relatives. കയ്യിലുള്ളതോ അല്ലെങ്കിൽ ആരോടൊക്കെ കടം വാങ്ങണം, അങ്ങനെ പറ്റും. ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ കടം വാങ്ങിയിട്ട് ചില ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ദ ബിസിനസ് മേ ബി ക്യാരിഡ് ഐദർ ദ പോർഷൻ ഓഫ് ഹിസ് ഓൺ റെസിഡൻസ് ഓർ റെൻറ്റഡ് ബിൽഡിംഗ്. അത് ആ ബിസിനസ് എവിടെയായിരിക്കും? ഒരുപക്ഷെ അവിടെ റെസിഡൻസിലാവാം, അല്ലെങ്കിൽ അവിടെ ബിൽഡിങ്ങിലോ റെൻറ്റ് കൊടുക്കുന്ന ബിൽഡിങ്ങിലാവാം. The person generally manage the business of his own. He also take the help of family members or employees. Some person necessary he can take the advice from others running the business. ഈ ബിസിനസ് എങ്ങനെ റൺ ചെയ്യാം ചിലരോട് ഇവരെ ഉപദേശം ചോദിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. By his own will the final decision. ആരൊക്കെ എന്തൊക്കെ ഒപ്പീനിയൻ പറഞ്ഞാലും അവസാനം ആരാണോ മുതൽ മുടക്കുന്നത് ആ വ്യക്തിയുടെ, ആ പേഴ്സൻ്റെ സ്വന്തം അഭിപ്രായമായിരിക്കും അവിടെ ഉള്ളത്.
Thus, the sole trader enjoys the control of never affair of the firm. The enjoys all profit earned to the business. In case the loss, naturally he has no bear full burnt of it. Thus, we can define the sole trade organization is one man. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു ഒരു എക്സാമ്പിൾ സോൾ ട്രേഡ് ആണ്. സോൾ ട്രേഡ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോൾ ട്രേഡ് ഓർഗനൈസേഷൻ എന്താണ്. ഒരാൾ ഒരു പേഴ്സൺ, അതായത് സ്മോൾ ആയിട്ട് അദ്ദേഹം എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ആരോടെങ്കിലും, അതാണ് നമ്മൾ സോൾ ട്രേഡ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് സോൾ ട്രേഡ്? അതിൽ ഒരാൾ ബിസിനസ് ചെയ്യുന്നതിനെയാണ് സോൾ ട്രേഡ് എന്ന് പറയുന്നത്. ഈ ആൾ ആരോടൊക്കെയോ കടം വാങ്ങിയിട്ടോ റെൻറ്റിൻ്റെ ബിൽഡിംഗ് എടുത്തൊക്കെട്ടായിരിക്കും ഇവരെന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസ്ക്കും ഒക്കെ ഇവർ തന്നെ സ്വയം ഏറ്റെടുക്കേണ്ടി വരും. കൂടാതെ ഇവർ പലരോടും അഡ്വൈസ് ചോദിച്ചിട്ടായിരിക്കും ഈ ഒരു സോൾ ട്രേഡ് ബിസിനസ് ഓർഗനൈസേഷൻ. സോൾ മീൻസ് ആ ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ, ആ ഒരു വ്യക്തി പലരോടും അഭിപ്രായം ചോദിച്ച് മുന്നോട്ട്. പക്ഷേ ദ ലാസ്റ്റ് ഡിസിഷൻ ടേക്ക് ബൈ ദാറ്റ് പേഴ്സൺ ഓൺലി, അല്ലേ? ആ പേഴ്സൺ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നതായിരിക്കും അതിനത്. ദ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? വൺ മാൻ ഓണർഷിപ്പാണ്. മിസ് ജസ്റ്റ് വായിക്കുകയാണ്. അതൊരു ഒരാൾ നടത്തുന്ന ഓണർഷിപ്പിൽ നടത്തുന്ന ബിസിനസ്സാണ് സോൾ ട്രേഡ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, നോ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. അത് മാനേജ് ചെയ്യാനും മറ്റേതൊന്നും ഒഫീഷ്യലി ആരും തന്നെ അതിലേക്ക് മുൻ കൈ കടത്തുന്നില്ല. നോ സെപ്പറേറ്റ് എൻട്രി. പുറത്തുനിന്നൊരു ബിസിനസ്സുകാരന് ഇതിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. ഓൾ പ്രോഫിറ്റ് ഓഫ് പ്രൊപ്പറേറ്റർ. ഈ പ്രൊപ്പറേറ്റർ തന്നെയാണ് സോൾ എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹത്തിന് തന്നെ ആയിരിക്കും എല്ലാ പ്രോഫിറ്റും കിട്ടുന്നത്. ഇൻഡിവിജ്വൽ റിസ്ക് ആണ് ഒരു പോയിന്റ്. ഇൻഡിവിജ്വൽ റിസ്ക് അത് മാത്രം ഒരു പോയിന്റ് ആയിട്ട് എഴുതിനെ. ഇൻഡിവിജ്വൽ റിസ്ക് അത് മാറിപ്പോയത്. അത് ഇൻഡിവിജ്വൽ റിസ്ക് ആണ്, അല്ലേ? സോൾ ട്രേഡ് മിസ് ചെയ്ത് എഴുതി തരാം. സോൾ ട്രേഡിന്, അല്ലേ? ഇതിന് ഇൻഡിവിജ്വൽ റിസ്ക് ആണ്. ഇതാരാണ്? ഇൻഡിവിജ്വൽ ആണ്, അല്ലേ? ഒരു വ്യക്തി നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? അതൊരു ഇൻഡിവിജ്വലായിട്ട് റിസ്ക് എടുക്കണം. ദെൻ അൺലിമിറ്റഡ് ലയബിലിറ്റി. അത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്തായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. എന്ത് ലയബിലിറ്റി? ദിസ് മീൻസ് ദാറ്റ് the lesson the personal property is the owner can be clearing and business obligation and doubts. അവർക്ക് എടുക്കുന്ന കടങ്ങളും അവരെടുക്കുന്ന റിസ്ക്കും അവർക്ക് പലരോടും പറയുന്ന അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് എല്ലാം അൺലിമിറ്റഡ് ആയി. പ്രത്യേകിച്ച് ഒരു വ്യക്തത വരാത്തടത്തോളം കാലം അവർ ഒറ്റക്കാണല്ലോ. ഒരു പേഴ്സൺ നടത്തുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? പലരോടും അഭിപ്രായങ്ങൾ ചോദിച്ച് പലരോടും കടം വാങ്ങിയിട്ടും പലരോടും ഡിസിഷനൊക്കെ അങ്ങനെ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ലെറ്റ്സ് ലീഗൽ ഫോർമാലിറ്റീസ് മീൻസ് ദ സോൾ ഓഫ് പേഴ്സൺ ലെസ് ലീഗൽ ഫോർമാലിറ്റീസ്. അതായത് ലീഗൽ ഫോർമാലിറ്റീസ് ലെസ് ആണ്, കുറവാണ്, അല്ലേ? ദിസ് സെറ്റപ്പ് സോൾ പ്രൊപ്പൈറ്റർഷിപ്പ്, നോ ലീഗൽ ഫോർമാലിറ്റീസ് ആൻഡ് റെക്കോർഡ് ഓഫ് course. There are some legal restriction of the set a particular type of business. For example, the individual cannot start the bank of insurance company. എന്തല്ല, ഒരു ഇൻഷുറൻസ് ബാങ്കായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഷുറൻസ് കമ്പനി അല്ല. ബട്ട് വൺ ക്യാൻ സ്റ്റാർട്ട് എ ഫ്രൂട്ട് സ്റ്റാൾ ഓർ എ സൈക്കിൾ ഷോപ്പ് വിത്തൗട്ട് മച്ച് ലീഗൽ ഫോർമാലിറ്റി. അതായത് വലിയ ബാങ്ക് പോലുള്ള വലിയ സംഭവങ്ങളൊന്നുമല്ല. ഒരു ചെറിയ സൈക്കിൾ ഷോപ്പായാലും ചെറിയൊരു ഫ്രൂട്ടിൻ്റെ ഷോപ്പായാലും അതൊരു ബിസിനസ് തന്നെയാണ്. അതായത് മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്, അല്ലേ? ഗുണങ്ങളും പിന്നെ ദോഷങ്ങളും ഉണ്ടാവും എന്ത് കാര്യത്തിനും. ലിമിറ്റേഷൻസ് ആണ് ദോഷങ്ങളും, മെറിറ്റ്സ് ഗുണങ്ങളുമാണ്. എന്താണ് ഗുണം? ഈസി ഫോർമേഷൻ ആണ്, ഡയറക്റ്റ് മോട്ടിവേഷൻ ആണ്, ഫുൾ കൺട്രോൾ ആ ആൾ തന്നെ ആയിരിക്കും, ക്വിക്ക് ഡിസിഷൻ ആയിരിക്കും, അല്ലേ? പെട്ടെന്നായിരിക്കും ഡിസിഷൻ എടുക്കുക, അതും അയാൾ തന്നെ ഒറ്റയ്ക്ക് എടുക്കുന്നതായിരിക്കും. ഫ്ലെക്സിബിലിറ്റി ഇൻ ഓപ്പറേഷൻ, അതിലെന്തൊരു ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. പിന്നെ സീക്രസി, ഒരു ചെറിയൊരു അവനാൻ്റെ അപ്പോൾ അവനാൻ തന്നെ ചെറിയൊരു സീക്രസി ഉണ്ടാവും. പേഴ്സണൽ ടച്ച്, നമുക്കൊരു പേഴ്സണൽ ടച്ച് നമ്മളതാണല്ലോ എന്നുള്ളൊരു ചെറിയൊരു ടച്ചിങ് ഇതുണ്ടാവും. പിന്നെ ഡിസൊല്യൂഷൻ ഈസി, അല്ലേ? പക്ഷെ എന്തായിരിക്കും റിസ്ക്കും? അത് സൊല്യൂഷൻ കാണാനുള്ളതും ഭയങ്കര റിസ്ക് ആയിരിക്കും, അത് ഈസി ആയിരിക്കത്തില്ല. സൊല്യൂഷൻ ഈസി ആയിരിക്കും, അല്ലേ? സൊല്യൂഷൻ ഈസി അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ലിമിറ്റേഷൻസ് എന്താ? ലിമിറ്റഡ് സോഴ്സ് ആയിരിക്കും. അത് പിന്നെ എല്ലാ ഇൻഡസ്ട്രിയിലും പൊതുവേ ഇൻഡസ്ട്രിയിൽ സോഴ്സസ് എല്ലാം ലിമിറ്റഡ് ആയിരിക്കും. ഇതിലും എന്താ പറയുന്നത്? സോൾ ട്രേഡ് ഓർഗനൈസേഷൻ്റെ ലിമിറ്റേഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിമിറ്റഡ് റിസോഴ്സ് ആയിരിക്കും, ലിമിറ്റഡ്
മാനേജറിയൽ കേപ്പബിലിറ്റി ആയിരിക്കും, നോട്ട് സൂട്ട് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ആയിരിക്കും, ആൻഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ടാണ് കാണുന്നത്. ലെസ് സ്റ്റെബിലിറ്റി ആയിരിക്കും, നോ ചെക്ക് ആൻഡ് കൺട്രോൾ, ലെസ് സ്കോപ്പ് എക്കണോമി, അതായത് കൺട്രോൾ ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും ലെസ്, കാരണം ഈ ഒരാൾ തന്നെയാണല്ലോ മൊത്തം നോക്കുന്നത്. അപ്പോൾ എന്ത് കൺട്രോൾ ചെയ്യുന്നതും ബെനിഫിറ്റ് എടുക്കുന്നതും നഷ്ടം വന്നാലൊക്കെ ഇവർ തന്നെ മാത്രം സഹിക്കും എന്നാണ് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഫ്രം ആൻ ഓർഗനൈസേഷൻ, എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ നമുക്ക് പാർട്ട്ണർഷിപ്പ് എടുക്കാൻ പറ്റുന്നത്? എങ്ങനെ പാർട്ട്ണർഷിപ്പ് എടുക്കാൻ പറ്റുക? അതായത് യു ഹാവ് ലേൺ ദ സോൾ ട്രേഡർ ഓർഗനൈസേഷൻ ഹാവ് ലിമിറ്റഡ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, ലിമിറ്റഡ് ആയ ഫിനാൻഷ്യൽ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ് ഇൻ സോൾ ട്രേഡ് ഓർഗനൈസേഷൻ, എങ്ങനെയാണ് ഒരു സോൾ ട്രേഡ് ഓർഗനൈസേഷൻ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഒരാൾ മാത്രം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ലിമിറ്റഡ് മാനേജറബിലിറ്റി ആൻഡ് സ്കിൽസ് ആൻഡ് അൺലിമിറ്റഡ് ലയബിലിറ്റി ഇൻ കേസ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് മോർ ക്യാപിറ്റൽ ആൻഡ് മോർ മാനേജറൽ സ്കിൽസ് ആസ് റിക്വയർഡ് അല്ലേ. അതായത് പാർട്ട്ണർഷിപ്പ് ഫ്രം ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിലേക്ക് എടുക്കുന്ന റിസ്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതിൽ ലോയൽറ്റി, അതിനോട് കാണിക്കുന്ന നീതി, ആ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ അവൈലബിലിറ്റി, സ്കേഴ്സിറ്റി, അത് കൊണ്ടുവരാൻ, അത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആൻഡ് റിസ്ക്, ഇതെല്ലാം ഒറ്റ ആൾ ഏറ്റെടുക്കുന്നതാണ് എന്ത് സോൾ ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ പറഞ്ഞ പാർട്ട്ണർഷിപ്പ്, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരാൾ എന്തും ചെയ്യണം, പാർട്ട്ണർ സഹിക്കണം. ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, and this called situation, a person who lacks of managerial skills may be a capital, another person who is good manager may be having സഫിഷ്യൻറ്റ് ക്യാപിറ്റൽ. ചിലപ്പോൾ ആ ഇതിൽ രണ്ട് പേഴ്സൺ, ഒന്നിൽ കൂടുതൽ പേഴ്സൺ ഉള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് എൻഡർഷിപ്പ്, അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ എന്തായാലും ബിസിനസ്സിലേക്ക് ക്യാഷ് ഇറക്കണം, പേയ്മെൻറ്റ് ക്യാഷ്, അതായത് എക്കണോമിക്കായിട്ട് നല്ല എന്താവണം, സ്ട്രോങ് ആവണം. ആ ക്യാഷ് ഇറക്കുന്ന ഒരാളും ഡീൽ ചെയ്യുന്ന മറ്റു ആളുകളായ ആ ബിസിനസ് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. അതായത് അത് കോർഡിനേറ്റ് ചെയ്യാനും അതുള്ള ഒരാളോ മറ്റേതെന്താ ക്യാഷ് ഇറക്കുന്ന ഒരാൾ, രണ്ടാൾ തമ്മിൽ ഒരുമിച്ച് ഇരുന്നാൽ ഒരു ബിസിനസ് എന്ത് ചെയ്യാം, നമുക്ക് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. മെയിൻ ഫീച്ചേഴ്സ് ആണ് പ്ലൂറൽ. ഈ ഒരു എന്തിൻ്റെ പാർട്ട്ണർഷിപ്പ് ഫോം ഓർഗനൈസേഷൻ, പാർട്ട്ണർഷിപ്പ് ഓർഗനൈസേഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താ? ഫസ്റ്റ് ഈസ് പ്ലൂവാരിറ്റി, അതായത് എന്താണ്, വളരെ കണ്ണിങ് ആയിരിക്കും, കൺസ്ട്രക്ഷണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലേ, അവർ തമ്മിലുള്ള ഭയങ്കര അടുപ്പം വേണം അല്ലേ, കാരണം ക്യാഷ് ഇറക്കി കളിക്കുന്ന സംഭവം, അപ്പോൾ അതിനുള്ള വിശ്വാസം വേണം. പ്രോഫിറ്റ് ഷെയറിങ്, ലാഭം കിട്ടിയ പകുതി ആക്കാനുള്ള മനസ്സ് വേണം. എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ്സിൽ എന്ത് വേണം, അറിവ് വേണം. ആൻഡ് പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ്, അതൊരു പ്രിൻസിപ്പൽ ഏജൻറ്റ്, അതായത് കാര്യങ്ങൾ നടക്കുമ്പോൾ വലിയ എല്ലാം നോക്കിയും കണ്ടും നോക്കാനും ഒരു ഏജൻ്റായി വർത്തിക്കാനൊക്കെ പറ്റണം. അൺലിമിറ്റഡ് ലിയബിലിറ്റി, അവർ തമ്മിലുള്ള നീതിയുക്തമായി മുന്നോട്ട് പോകുന്ന അൺലിമിറ്റഡ് ആയിരിക്കില്ല, അത് കൺട്രോൾ ചെയ്തുള്ള സ്നേഹബന്ധമൊന്നും ആയിരിക്കില്ല, പൈസ ഇട്ട് കളിക്കുന്നതാണ്, വിശ്വാസമാണ്, പിന്നെ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ അവർക്കൊക്കെ എന്താണ് തമ്മിൽ തർക്കങ്ങളൊന്നും പാടില്ല, ഒരു നീതിയുക്തമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഹോണസ്റ്റി, എന്ത് വേണം, സത്യസന്ധത നിർബന്ധമാണ്, ഒരാളെ ചതിക്കാൻ പാടില്ല. റെസ്ട്രിക്ഷൻ ഓഫ് ട്രാൻസ്ഫർ ടു ഷെയർ, അത് ഇവരല്ലാതെ പുറത്തുനിന്ന് വേറൊരാളാണ്, അത് റെസ്ട്രിക്ഷൻ ഉണ്ടാവും, കാരണം ഇവർ രണ്ടാൾ ഡിസ്കസ് ചെയ്തിട്ട് എന്ത് കാര്യവും അത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തായിരിക്കും, അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ രണ്ടാൾക്കും മാത്രമേ ചെയ്യാൻ പറ്റൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് പാർട്ട്നേഴ്സ്, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് പാർട്ട്നേഴ്സ്, അതായത് ബേസ്ഡ് ഓൺ എക്സ്റ്റൻഡ് പാർട്ടിസിപ്പേഷൻ ടു പ്രോഫിറ്റ് പാർട്ടിസിപ്പേഷൻ, ലയബിലിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് ബിഹേവിയർ, സ്വഭാവം കൊണ്ടും നീതിയുക്തമായ തീരുമാനം കൊണ്ടും ലാഭം കൊണ്ടും, ആൻഡ് ബേസ്ഡ് ഓൺ ദ പാർട്ടിസിപ്പേഷൻ, അതിലേക്കൊരു പാർട്ടിസിപ്പേഷൻ ഞാനും ഉണ്ട് ഇതിൽ നിന്ന് പേരിന് വരാനും ഒക്കെ ആർക്ക് പറ്റും, പാർട്ട്ണർഷിപ്പിന് പറ്റും. ഒരു പക്ഷേ അത് ആക്റ്റീവ് പാർട്ട്ണർ ആവാം, സ്ലീപ്പിംഗ് പാർട്ട്ണർ ആവാം, നോർമൽ പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാത്രം നോക്കി നിൽക്കുന്ന പാർട്ട്ണർ ആവാം, ലിമിറ്റഡ് പാർട്ട്ണർ, അതായത് പാർട്ട്ണർമാർക്ക് തന്നെ ദുർലഭമായിരിക്കാം, ഈ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത പാർട്ട്ണറായിരിക്കാം, പാർട്ട്ണർമാർ ഹോൾഡിംഗ് ഒരിക്കലും കട്ട് ചെയ്യാൻ ബന്ധം മുറിക്കാൻ പറ്റാത്ത പാർട്ട്ണർഷിപ്പ് ആവാം. ഓക്കെ, ബേസ്ഡ് ഓൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ, അതായത് ആക്റ്റീവ് പാർട്ട്ണറും സ്ലീപ്പിംഗ് പാർട്ട്ണറും നേരത്തെ പറഞ്ഞത് അല്ലേ. നെക്സ്റ്റ് നമ്മൾ ജനറൽ പാർട്ട്ണറും ലിമിറ്റഡ് പാർട്ട്ണർ, ജനറൽ പാർട്ട്ണർ ലിമിറ്റഡ് പാർട്ട്ണർ. ഓക്കെ.